ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനത്തിന്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ബാലൻ ഉദയഭാനുവിനെ വിളിക്കുന്നുണ്ട്. നാളെ ഇവിടേക്ക് വരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ അത് പ്രകാരം അവർ രണ്ടുപേരും പിറ്റേ ദിവസം തന്നെ വരികയാണ്. ഉദയഭാനു സാറും അതുപോലെ ഭാര്യ ശ്രീകലയും കൂടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ശ്രീകലയാണെങ്കിൽ ഒരുപാട് സ്വർണവും കാര്യങ്ങളൊക്കെ ഇട്ട് ആ അന്തസ്സൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് വരുന്നത്. ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിയാതെ. അങ്ങനെ ആ സമയത്തും ദേവി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മോളെ നീ എന്തിനാ കരയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ചോദിക്കാണ്, അവരെല്ലാവരും വട്ടം കൂടി നിൽക്കാണ് ഇവർക്ക് ചുറ്റും. അപ്പൊ പറയുന്നുണ്ട്, അല്ല ദേവി എത്ര വരെ പഠിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കുന്ന സമയത്ത് എന്താ ഇപ്പൊ ഒരു സംശയം, MA ലിറ്ററേച്ചർ എന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങളുടെ മകൾ MAയും അല്ല BAയും അല്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് നമ്മുടെ ബാലൻ. അപ്പൊ ആ സമയത്ത് ഇല്ല, നിങ്ങൾക്ക് അത്രയ്ക്ക് സംശയമുണ്ടോ, വീട്ടിലുണ്ടല്ലോ ലിറ്ററേച്ചർ, അവൾക്ക് കിട്ടിയ അവാർഡും ട്രോഫിയൊക്കെ വേണമെങ്കിൽ കാണണമെങ്കിൽ പറഞ്ഞാൽ പോലെ നിങ്ങൾക്ക് എന്നിങ്ങനെ ഉദയഭാനു പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്തും ദേവി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മോളെ നീ എന്തിനാ കരയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങള് പണക്കാരനായ ഒരാളല്ലെന്നും അതുപോലെ തന്നെ ഇവള് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലായിട്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും ആകെ ചൂളി പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ഈ പറയുന്നുണ്ട്, അതെ മര്യാദയ്ക്ക് നിങ്ങളുടെ ഈ മകളെയും കൊണ്ട് ഇവിടെ നിന്നും പോകണം എന്ന് പറയുമ്പോൾ ഒരിക്കലും കൊണ്ടുപോകില്ല, അവളുടെ വീട് ഇതാണ്, അവളെ കല്യാണം കഴിച്ച വീട് ഇതാണ്, പിന്നെ അവളെ ഞങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകാനാണ്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കേസ് കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഈ ശ്രീകല. അപ്പൊ പറയാണ്, നിങ്ങൾ കേസ് കൊടുത്താൽ ജയിക്കാൻ പോകുന്നത് ഞങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടെ വെച്ചിട്ടല്ല തീർക്കേണ്ടത്, ഇത് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടത്. അതിപ്പോ ഞങ്ങളുടെ മര്യാദക്കാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത്. ഞങ്ങള് നിങ്ങളെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചില്ല. കാരണം എന്താന്ന് വെച്ചാല് മനുഷ്യത്വം, ഞങ്ങൾ മനുഷ്യര് വിശ്വസിച്ചു പോയി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിൽ ഞങ്ങളൊരു അബദ്ധത്തിൽ വന്നുപെട്ടത്. ഞങ്ങളുടെ മകന്റെ ജീവിതമാണ് ഇല്ലാതാക്കിയത് എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ വലിയ രീതിയിലും അവരങ്ങനെ ഷൗട്ട് ചെയ്യുകയാണ്. അപ്പൊ ആ സമയത്തും പറയുകയാണ് ശ്രീകല, ഇല്ല ഞങ്ങൾ കൊണ്ടുപോകില്ല, ദേവിയെ ഞങ്ങൾ കൊണ്ടുപോകില്ല. അപ്പൊ പിന്നെ ആദ്യം അങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ ഉദയഭാനു ഈ പറയുന്ന ബാലന്റെയും അതുപോലെ ആനന്ദിന്റെയും ഒക്കെ കാൽക്കൽ വീഴുകയാണ്. മോനെ ക്ഷമിക്കണം എന്നോട്, ഇവളെ ഇവിടെ നിന്നും പറഞ്ഞു വിടരുത്, ഇവൾക്ക് താഴെ ഒരു അനിയത്തിയുണ്ട്, അവളുടെ കാര്യം ഭാവി എന്തായി പോകും, അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും കാല് പിടിക്കുകയാണ്. അതുപോലെ തന്നെ ദേവിയാണെങ്കിൽ എല്ലാവരോടും മാറി മാറി പറയുന്നുണ്ട്, ഞാൻ ചെയ്തൊക്കെ തെറ്റാണ്, ഇനി ഒരു തെറ്റ് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് അവളും അങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട്. പക്ഷെ ആരുടെ കണ്ണുനീര് അവർ കാണാൻ തയ്യാറല്ല. ബാലൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മകന് വേണ്ടി ആലോചിച്ച കല്യാണമാണിത്. മറ്റു രണ്ടുപേരും അവരുടെ ഇഷ്ടങ്ങൾക്ക് കല്യാണം കഴിച്ചപ്പോൾ എൻ്റെ മകന് വേണ്ടി തിരഞ്ഞെടുത്ത ഒരു പെൺകുട്ടിയാണ് ഇവള്. ഞാൻ അപ്പോഴും പറയുമായിരുന്നു എൻ്റെ സെലക്ഷൻ തെറ്റിയില്ല, നല്ല അടക്കം ഒതുക്കമുള്ള വീടിന് പറ്റിയൊരു മരുമകളെയാണ് നമുക്ക് കിട്ടിയതെന്ന് ഞാൻ എപ്പോഴും ദേവിയോട് പറയുമായിരുന്നു. അതിൽ ഞാൻ അഹങ്കാരം കാണിച്ചിരുന്നു, പക്ഷേ എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്നിങ്ങനെ ബാലൻ പറയണം. ഇനി ഒരിക്കലും ഞാൻ ഇവിടെ വിശ്വസിക്കില്ല. എൻ്റെ മകൻ ഇപ്പോൾ ഈ പ്രശ്നമുണ്ടായിട്ട് പോലും എന്നോട് ഇതുവരെയും പറഞ്ഞില്ല, അച്ഛൻ കാരണമാണ് എൻ്റെ ജീവിതം തകർത്തതെന്ന് പറഞ്ഞ് എന്നെ ഈ നിമിഷം വരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. അതാണ് എൻ്റെ മകൻ ആനന്ദ് എന്നിങ്ങനെ പറഞ്ഞ് ബാലൻ സംസാരിക്കുകയാണ്. അതൊക്കെ കേട്ട് എല്ലാവരും അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഇറങ്ങിപ്പോകാൻ തന്നെ അവരോട് പറയുകയും അവരെ പിടിച്ച് വീടിന് പുറത്തേക്ക് തള്ളി വാതിലടയ്ക്കുകയും ചെയ്യുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും നാളെ കാണാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.